നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഞാൻ വേറൊരു ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോയിൽ. നമ്മൾ പണ്ട് 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിലുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ആ വ്യക്തി നമ്മൾ ആ 20 വർഷത്തിന് മുമ്പ് നമ്മൾ ആ വ്യക്തിയുമായിട്ട് യാതൊരു കണക്ഷനില്ല, അല്ലെങ്കിൽ 10 വർഷത്തിന് മുമ്പ് ആ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ വ്യക്തി എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ അപ്രത്യക്ഷമായി നമ്മുടെ ഒരു കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് ആ വ്യക്തി അപ്രത്യക്ഷമായി കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിച്ച കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച വേദനകളും എത്രയും ഗ്യാപ്പിലുള്ളൊരു വ്യക്തിയോട് നമ്മൾ തുറന്നു പറയുമ്പോൾ ശ്രദ്ധിക്കുക, ആ വ്യക്തി നമ്മളെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ നമ്മളോട് സിമ്പതി ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുണ്ടാകും എന്നൊക്കെ. പക്ഷേ ചുമ്മാതെയാണേ. അന്ന് 10 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പ് നമ്മളെ കളിയാക്കിയ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികളായിരിക്കാം, നമ്മളെ ബുദ്ധിവേദിപ്പിക്കുകയും ചെയ്ത വ്യക്തികൾ പിന്നെ ഒരു ഗ്യാപ്പിൽ നമ്മൾ കണ്ടുമുട്ടിയാലോ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും നമ്മൾ ചങ്ങാത്തം പുലർത്തുകയാണെങ്കിൽ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ പിന്നെയും തുറന്ന പുസ്തകമാവുകയാണെങ്കിൽ നമ്മളൊരു പരിഹാസപാത്രമായി മാറുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ കൂടുതലും അടുക്കാതിരിക്കുക. നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോട് പിന്നെയും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാതിരിക്കുക. അത് 1 വർഷമായാലും 2 വർഷമായാലും 10 വർഷമായാലും ശരി, അങ്ങനെ വേദനിപ്പിച്ച വ്യക്തിയുടെ മുന്നിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അനുഭവമാണ്. താങ്ക് യു.